ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ശേഖർ കുര്യാക്കോസ്, 6ാം നാളായി മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നടത്തുന്ന ദൗത്യത്തിൽ മണ്ണിനടിയിൽ നിന്ന് നമുക്ക് ശുഭസൂചനകളൊന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഈ തെരച്ചിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേക്ക് ഇപ്പോൾ നടത്താൻ കഴിയുന്ന ഒരു ഒബ്സർവേഷൻ എന്താണ്? സുജയ മാഡം, ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ പുഴയിലുള്ള പരിശോധന സംബന്ധിച്ചിട്ടാണ് ഇപ്പോ അവരും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അവരതിന് ശ്രമിച്ചു. ഇന്നത്തെ രാവിലെ നേവി എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇന്ന് ഒരു മണിക്കൂർ മുൻപ് അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി മാഡവുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ മാഡം ഈ സോണാർ ലഭ്യതയുടെ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചു. നമ്മളുടെ അനുഭവം വെച്ചിട്ട് നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ, ട്രോളർ ബോട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് സോണാർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഗോകർണയിലുള്ള മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെട്ടാൽ ഒരുപക്ഷെ കൂടുതൽ ബോട്ടുകൾ, സോണാറുള്ള ബോട്ടുകൾ ഇവിടെ എത്തിച്ച് പരിശോധിക്കാൻ സാധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനവർ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കും അത്ര അറിവുള്ളൊരു കാര്യമായിരുന്നില്ല ഈ ട്രോളർ ബോട്ട്സിൽ സോണാർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരത് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ അത് അവരുടെ ശ്രദ്ധയിലുണ്ട്. മറ്റ് ചില വാഹനങ്ങളും അവിടെ ഉണ്ട് എന്നൊരു അഭിപ്രായം നാട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് മാഡം പറഞ്ഞു. അപ്പോൾ ആ വാഹനങ്ങളെയും പരിശോധിക്കാൻ സോണാർ വേണ്ടി വരും പുഴയിൽ. ഇപ്പോൾ മണ്ണ് മാറ്റുന്ന പരിശോധന ഊർജിതമായി. നമ്മൾ ആദ്യത്തെ ദിവസം സംസാരിക്കുമ്പോൾ കണ്ടതിനേക്കാളൊക്കെ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് കാണാമല്ലോ. അവിടെ ഡോക്ടർ അരുൺ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹവുമായി ഇന്നലെ രാത്രിയും സംസാരിച്ചിരുന്നു, അദ്ദേഹം ആ വഴി പോകുന്ന വഴി. അപ്പോൾ അവിടെ മണ്ണ് മാറ്റുന്ന പ്രക്രിയ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് അവിടെ മണ്ണ് മാറ്റുന്നതിനൊരു വേഗത കൈവരും എന്ന് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഫ്രീക്കായി നമ്മളുടെ ശ്രദ്ധയിൽ പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർമി വരുമ്പോൾ അവർ ചില കൂടുതൽ ഡീപ്പർ പെനട്രേറ്റിംഗ് സംവിധാനങ്ങൾ, ഈ മണ്ണിനടിയിലുള്ള മെറ്റൽ ബോഡീസ് കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് വരുന്നതെന്നാണ് രാവിലെ രശ്മി മാഡം അറിയിച്ചത്. അപ്പോൾ അവരങ്ങനെ കൊണ്ടുവരുന്ന എക്യുപ്മെന്റുകളിൽ അത് തെളിയാൻ സാധിക്കും. ശ്രീ ശേഖർ കുര്യാക്കോസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ISROയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ISRO ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഇമേജുകൾ ശേഖരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കിട്ടിയ ഇമേജുകൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതായത് ISRO സംഘം ISRO ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിലിന്റെ ഭാഗമായിരിക്കുന്നത്. അവരുടെ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാറ്റലൈറ്റ് ഇമേജുകൾ, അതിലിപ്പോൾ ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ISRO അറിയിച്ചിരിക്കുന്നത്. ആ വിവരം കൂടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുകയാണ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ISRO ഈ സാറ്റലൈറ്റ് ഇമേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ദൗത്യത്തിന് വളരെ സഹായകമാകില്ലേ? കാരണം ഈ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തെരച്ചിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയില്ലേ? ഈ നമ്മൾ കാണേണ്ടത്, മഴയുള്ള സമയങ്ങളിൽ ഈ ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾക്ക് വലിയ പ്രസക്തിയില്ല. അപ്പൊ അന്നേ ദിവസം ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ ISROയുടെ സാറ്റലൈറ്റുകൾക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല ആ ഇൻസ്റ്റൻസിൽ. കാരണം ക്ലൗഡ് കവർ ഉണ്ടെങ്കിൽ ഈ വിഷ്വൽ ഇമേജുകൾ കൃത്യമായി വർക്ക് ചെയ്യില്ല. പക്ഷെ ചില റഡാർ ഇമേജുകൾ ലഭ്യമാണ്. ആ റഡാർ സാറ്റലൈറ്റുകൾ അതേ സമയത്ത് അവിടെ സ്വാത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായി അവർക്കത് അറിയാൻ പറ്റും. ഈ ഇടിഞ്ഞു വന്നിട്ടുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മൾക്ക് വിഷ്വലി കാണാമല്ലോ, ഇടിഞ്ഞു വന്നിട്ടുള്ള ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഇസ്രോയുടെ അത്തരം സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയുടെ ഘട്ടം ഏതാണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിയും. കാരണം അതിനുള്ളിൽ അവിടെ മണ്ണ് വന്ന് വീണ സ്ഥലം മുഴുവൻ മനുഷ്യൻ നേരിട്ട് പരിശോധിച്ച് കഴിയും. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ അഡീഷൻ കിട്ടുമോ, ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ക്ലൗഡ് കവർ ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ഹൈ റെസൊല്യൂഷൻ ഇമേജ് ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ അവർ പരിശോധിക്കുന്നത് നല്ലതാണ്. നോക്കട്ടെ അവരെന്താണ് ആ റിസൾട്ടുകൾ അവർ പബ്ലിക് ഡൊമൈനിലും ഇടും. അവർ ഇമേജുകൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ആർക്കൈവിൽ നിന്നാണ്, പുതുത് ക്യാപ്ചർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ആർക്കൈവ് ഇമേജസ് അവർ മറ്റ് സാറ്റലൈറ്റുകളുടെ, ലോകത്തിലെ വിവിധ ഏജൻസികളുടെ സാറ്റലൈറ്റുകളുടെ ഡേറ്റ അവർക്ക് ആക്സസ് ചെയ്യാം. കിട്ടുന്നത് നമ്മൾക്ക് കാണാം. അവർ പബ്ലിക് ഡൊമൈനിൽ ഇടും. അത് ഭുവനിലും വരും. നിങ്ങൾക്കും എല്ലാവർക്കും കാണാൻ സാധിക്കും അത് അവർ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ.
ശ്രീ ശേഖർ കുര്യാക്കോസ്, ഈ മണ്ണിനടിയിൽ, അതായത് മണ്ണ് നീക്കം ഏകദേശം പകുതി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ആ ലോറിയുടെ അല്ലെങ്കിൽ ലോറി എവിടെ കിടക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളൊന്നും കിട്ടുന്നില്ല. നേരത്തെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഏറ്റവും നന്നായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുന്നത് GPS ആണ്. ആ GPS സംവിധാനത്തിലും കൃത്യമായി ലോഹഭാഗങ്ങളോ അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ കൃത്യമായ പൊസിഷനിങ്ങിലൊക്കെ എത്താൻ കഴിഞ്ഞില്ല. മണ്ണിനടിയിൽ കല്ലും മണ്ണും പാറയും അല്ലാതെ മറ്റെന്തോ ഉണ്ട് എന്ന ഒരു ഹിന്റ് മാത്രമാണ് നമുക്ക് GPS പൊസിഷനിങ്ങിലും കിട്ടിയത്. ഇങ്ങനെയുള്ള മേഖലകളിൽ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന സാങ്കേതികമായിട്ടുള്ള ഇടപെടൽ ഏത് തരത്തിലാണ്? മണ്ണ് മാറ്റുക എന്നത് ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫിസിക്കൽ ആയിട്ട് തന്നെ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചല്ലോ, മാനവ വിഭവശേഷിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും ഈ യന്ത്രങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മണ്ണ് ഒറിജിനലി ആ റോഡ് എങ്ങനെയായിരുന്നു ആ ഭാഗം വഴിയുള്ള മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ടോ എന്നത് സംശയം നമ്മൾക്ക് മാറും. അത് ഏതാണ്ട് 1-2 മണിക്കൂറും കൂടെയുള്ള വർക്കേ അവിടെ കാണാനുള്ളൂ. അത്രയ്ക്കുമുള്ള വർക്കേ ഇനി ബാക്കിയുള്ളൂ. ഇത്രയും അധികം ഹെവി എക്യുപ്മെന്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മണിയോടുകൂടിയാണ് പട്ടാളം എത്തുക എന്നറിയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരത് ഇളക്കി മറിക്കും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ. അതിന് മാത്രം ആൾബലവും യുവത്വവുമുള്ള സംഘമായിരിക്കും വരിക. അപ്പൊ അവരത് പെട്ടെന്ന് തന്നെ മാറ്റുകയും ചെയ്യും. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ നമ്മളുടെ ശ്രദ്ധ പുഴയിലേക്കും കൂടി വേണം. കൂടുതൽ പ്രഷറൈസ് ചെയ്യപ്പെടേണ്ടുന്നത് സോണാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകൾക്കാണ്. അതിനുള്ളൊരു ശ്രമവും കൂടി വേണം എന്ന അഭിപ്രായമുണ്ട്.